ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരാളായാലും വളരെയധികം പേടിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ശനിദോഷം. കഴിഞ്ഞ ദിവസം ശനി രാശി മാറുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ, അതിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശനിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക, അതുപോലെ തന്നെ ഏതൊക്കെ ആൾക്കാർക്ക് അത് വലിയ ദോഷകരമല്ലാത്ത രീതിയിൽ പോകും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ പരിഹാരങ്ങൾ ചോദിച്ച് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശനിദോഷ പരിഹാരത്തിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു പരിഹാരങ്ങൾക്ക് മുന്നേ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില ആൾക്കാർ എനിക്ക് മെയിലിലായാലും അതുപോലെ തന്നെ കമൻസിലായാലും മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട്, എന്തിനാ മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്, നമ്മളിൽ ഭയമല്ലേ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഒരു അപകടം വരാൻ പോകുന്നു, ഇപ്പം ഒരാൾ നടന്നു പോകുന്ന സമയത്ത് മുന്നിലൊരു കുഴിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്നു പോകുന്ന ആൾ അതൊന്ന് ശ്രദ്ധിച്ച് അത് വഴിമാറിപ്പോവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അയാൾക്ക് വരാനിരുന്ന ആ ഒരു അപകടത്തെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരും. അയാൾ പോകുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ലക്ഷ്യം തെറ്റിപ്പോകണമെന്നില്ല, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. പക്ഷെ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. നമ്മളിപ്പോൾ ജാതകത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു കാര്യം എന്നില്ല, ഏതൊരു കാര്യത്തിൽ തന്നെ ആയാലുമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ആഴ്ചഫലം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസഫലം എടുത്തു കഴിഞ്ഞാൽ, വർഷഫലം എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജാതക പ്രകാരം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈയൊരു കാര്യം ഈയൊരു സമയത്ത് ചെയ്തുകൂടാ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അത് വളരെ നല്ലൊരു കാര്യമാണ്, നമുക്കത് മുൻകൂട്ടി അറിയാൻ സാധിക്കുക എന്നത്. ഇപ്പോൾ നിങ്ങളുടെ മാസഫലത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ കൂടുതൽ പണം ചെലവിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളങ്ങ് മാറ്റി വയ്ക്കുക. ഈ ഒരു മാസത്തെ കാര്യമല്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. ഇല്ല, നിങ്ങൾ ഈ ഒരു മാസത്തിൽ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, എൻ്റെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു വാശിപ്പുറത്ത് ഇതെല്ലാം അന്ധവിശ്വാസമായി കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതിനുശേഷം അന്ന് ഞാൻ ആ ഒരു കാര്യം കേൾക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിലും നല്ലത് നമ്മുടെ ആ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ നീക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചവർക്കുള്ള മറുപടി ആയിട്ട് കണ്ടാൽ മതി ഇത്. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ മുന്നിലുള്ള അപകടം കാട്ടിത്തന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ തലവിധി എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കേണ്ടി വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തൊരു പ്രശ്നം നമ്മുടെ ജാതകത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്, അതെന്തായാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുകയല്ല വേണ്ടത്, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യണം. പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഏതൊരു ദോഷത്തിനായാലും പരിഹാരമുണ്ട്. ഇനി നിങ്ങൾക്കിടയിൽ തന്നെ മറ്റു ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ എനിക്ക് ജാതകദോഷം ഉണ്ടായിട്ടും ഞാൻ അതൊന്നും അങ്ങനെ കണക്കിലെടുത്തില്ല എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, ജാതകവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ബന്ധുക്കൾ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പലരും ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയും തന്നെ ഈ ഒരു കുട്ടിക്ക് തുണയായിട്ട് വരും. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പരിഹാരങ്ങളും ഫലവും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയും ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള കമൻസ് കാണുന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം, അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക്
ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അത് ഒരു തടസ്സവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വരനേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തില്ല. ആ ഒരു ശക്തിയുടെ ഒരു കരുതൽ നമുക്ക് എന്നും ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഭഗവാനിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കണം. ആ സമയത്ത് മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അതായത് ശനിദോഷത്തിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശനിദോഷത്തിൻ്റെ കാഠിന്യം അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ശനിദോഷത്തിനുള്ള പരിഹാരം എന്ന് പറയുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് നീരാഞ്ജനം തെളിയിക്കലാണ്. അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പലർക്കും അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ശനിദോഷത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏക പോംവഴി അല്ലെങ്കിൽ ഏക പരിഹാരം നീരാഞ്ജനം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, നീരാഞ്ജനവും അതിൽ ഒരു പരിഹാര മാർഗം തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ശനി മന്ത്രങ്ങൾ ജപിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ശനിദോഷം ബാധിച്ചവർ ശനി മന്ത്രം ജപിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശനിയെ നമ്മൾ നിവാരണം ചെയ്യുകയാണ് വേണ്ടത്, അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി മന്ത്രം ജപിച്ച് നമ്മൾ വീണ്ടും ആ ഒരു ശനിയെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യപ്പനെ പ്രാർത്ഥിക്കാം, ശിവഭഗവാനെ പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശനിയെ നിവാരണം ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതേ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നീരാഞ്ജനം ശനിദോഷത്തിന് ഏറെ നല്ലൊരു വഴിപാട് തന്നെയാണ്. അപ്പോൾ മാസത്തിൽ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നീരാഞ്ജനം നടത്തുന്നത് ശനിദോഷത്തിനുള്ള ഒരു പരിഹാര മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിൽ ആ ഒരു നീരാഞ്ജനം തെളിയിച്ചാലും മതി. ഇനി അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിലെങ്കിലും തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നീരാഞ്ജനം അയ്യപ്പന് മാത്രമല്ല, ശിവഭഗവാനും നീരാഞ്ജനം തെളിയിക്കാവുന്നതാണ്. അത് ചിലർക്ക് അറിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അറിയാവുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്, അറിയാത്തവരും അത് മനസ്സിലാക്കി ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, ശനിയാഴ്ച ദിവസങ്ങളിൽ നീലശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ കൊണ്ട് ശാസ്താവിന് അർച്ചന നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശാസ്താവിന് എള്ളുതിരി അർപ്പിക്കുന്നതും ശനിദോഷകാഠിന്യം കുറയ്ക്കാൻ നല്ലതാണ്. ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ജലധാരയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചനയും നടത്തുന്നത് വളരെ നല്ലതാണ്. അതും ഈ പറഞ്ഞതുപോലെ ശനിദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവന് മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് ശനി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ശനിദോഷ പ്രശ്നങ്ങളുള്ള ജാതകർ നിർബന്ധമായിട്ടും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നല്ലാതെ സാധിക്കുന്ന ശനിയാഴ്ചകളിലെല്ലാം തന്നെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ ഈ വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നതും കറുത്ത വസ്ത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശനിദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. ശനിദോഷ നിവാരണത്തിനായിട്ട് ജപിക്കാൻ പറ്റുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. നിങ്ങൾക്കിനി അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസയെങ്കിലും ജപിക്കാൻ സാധിച്ചാൽ വളരെ ഉത്തമമാണ്. ദിവസവും ഇതുപോലുള്ള നാമങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ശനിയാഴ്ച വ്രതത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പലർക്കും സംശയം ഉണ്ടാവാം, ശനിയാഴ്ച വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നത്. അതും കൂടെ ഒന്ന് പറയാം. എല്ലാ വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഇതും അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ദിവസം മുന്നേ, തലേ ദിവസം ഒരിക്കലാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നേരം മാത്രമേ അരിയാഹാരം പാടുള്ളൂ. ഇനി ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് സാധിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പ്രാർത്ഥിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുക. ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങളും നിങ്ങൾക്ക് അടുത്തില്ല, പോയി വരാൻ പറ്റുന്ന ദൂരത്തിലില്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയാലും മതിയാകും.
ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സാധിക്കുന്നവർ ഏതെങ്കിലും ഒരു വഴിപാട് ഷീട്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. എന്നാലും കഴിയുന്നതും ഒരു വഴിപാടെങ്കിലും നടത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു ശനിയാഴ്ച ദിവസം. അപ്പം നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അരയാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരയാലിന് കഴിയുന്നത്ര പ്രദക്ഷിണം ചെയ്യുക. 3, 7, 9 എന്നിങ്ങനെയുള്ള ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര തവണ നിങ്ങൾ പ്രദക്ഷിണം നടത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും പേർക്ക് അന്നദാനം നടത്താനായിട്ട് ശ്രമിക്കുക. ഒരാൾക്ക് ആണെങ്കിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ച ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ശനിദോഷങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അന്നേ ദിവസം ലഘുഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന നിവേദ്യം ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിദോഷത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശനിദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നുള്ളതിലുപരി നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. ശനിദോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഈ ഒരു സമയത്ത് ശത്രുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കാരണം അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് ഒരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുകയോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏതൊരു കാര്യം തന്നെയായാലും ജാതകത്തിൽ ശനിയുടെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, നക്ഷത്രത്തിൽ ശനിയുടെ ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയത്ത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് ഒരു അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.